Good morning, students. Welcome to today's class. Today we are discussing about the third type of window, that is hanging window. We have already studied about rectangular window and hanging window. Then the third type of window method is hanging window. Okay, the equation for hanging window is given by WH or N of N. Hanging. Okay, WHN of N is equal to 0.5 plus 0.5 cos 2 pi n by n minus 1. 4 minus n minus 1 by 2 less than or equal to n less than or equal to n minus 1 by 2, 0 otherwise. Okay, so when cos this term, when n equal to 0, this term will become 0. So cos 0, this WHN of n is 1. Okay, 0.5 plus 0.5 is 1. So maximum its value is 1. So this is the hanging window sequence, that is for n equal to 25. This is similar in case of hanging window. Okay, 12 points here and 12 points here. By adding 12 to 24 and a point in 0 also, so it become 25. So n equal to 25 ഉള്ള hanging window sequence ആണ്, similar to that of hanging window. ഈ ഒരു കോൺസ്റ്റന്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലേ ആ ഒരു ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ. Then next, this is the normalized frequency of hanging window. So this is the width, that is 8 pi by n equals 7. So similar, same that of hanging window. Okay, now moving to a question. Design a linear phase FIR filter bandpass filter to pass frequencies in the range 0.45 to 0.65 pi radian per sample by taking 7 samples of hanging window sequence. Hanging window 7 samples എടുക്കുക. അപ്പോൾ 0 ഒന്നുണ്ടാവും, +3 വരെ ബാക്കി 3 ഉണ്ടാവും, -3 വരെ ബാക്കി 3 ഉണ്ടാവും. അങ്ങനെ 7 സാമ്പിൾസ് ഉണ്ടാവും. സോ ഹാനിങ് വിൻഡോ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പറഞ്ഞത്. ഫ്രീക്വൻസീസ് ഇൻ ദ റേഞ്ച് ഇത് ആ ഒരു റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദാറ്റ് ഇസ് ബാൻഡ് പാസ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ലെസ് ദാൻ കട്ട് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒരു ഒമേഗ ലെസ് ദാൻ ഈക്വൽ ടു അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ലോ പാസ് ഫിൽറ്റർ. ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുകയാണെങ്കിൽ ഹൈ പാസ് ഫിൽറ്റർ. സോ ബാൻഡ് റിജക്ട് ഫിൽറ്റർ പറയുമ്പോൾ ഈ ഒരു ബാൻഡ് ഒഴികെ വേറെ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ബാൻഡ് റിജക്ട് ഫിൽറ്റർ. ഓക്കെ, അപ്പോൾ ഹിയർ n equal to 7 ആൻഡ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, നമ്മൾ ഒരു 6 സ്റ്റെപ്പ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് മുതൽ ഫൊറിയർ സീരീസ് മെത്തേഡ് യൂസ് ചെയ്ത് അത് മുതൽ നമ്മൾ പഠിച്ചതാണ് ഈ 6 സ്റ്റെപ്പ്. അപ്പോൾ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്ലോട്ട് ദ ഡിസൈർഡ് ഫ്രീക്വൻസി റെസ്പോൺസ്. സോ ഇവിടെ ബാൻഡ് പാസ് ആണ്, ബാൻഡ് പാസ് ഫിൽറ്റർ ആണ്. സോ അതിന്റെ റേഞ്ച് 0.45 to 0.65 ആണ്. സോ പോസിറ്റീവ് സൈഡിലും 0.45 to 0.65, സിമിലർലി നെഗറ്റീവ് സൈഡിൽ ഇവിടെ നിന്നാണ് പോകുന്നത്. സോ -0.45 to -0.65. ഓക്കെ, ദെൻ ദി സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, ദെൻ ഹാനിങ് വിൻഡോയുടെ ഇക്വേഷൻ എടുത്ത് എഴുതി. സെക്കൻഡ് സ്റ്റെപ്പ് Okay, then step 2, find the desired impulse response, that is HT of n. That is step 2. HT of n കാണാൻ equation 1/2 pi integral -pi to pi HT raised j omega raised j omega and d omega. ഈ ഒരു ടൈപ്പുള്ള ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരും. സോ 1/2 pi പുറത്തെടുത്തു. സോ ഇ റേസ് ടു എച്ച് ഡി റേസ് ജെ ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു 1. ഓക്കെ, നമുക്ക് ഇങ്ങനെ തന്നിട്ടുള്ളത്. ഓക്കെ, ആ ഒരു ഇതിൽ സാമ്പിൾസ് ഉള്ളൂ എന്ന് തന്നിട്ടുള്ളൂ, എത്ര അതിൻ്റെ വാല്യൂ തന്നിട്ടില്ല. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 1. ഓക്കെ, സോ 1/2 pi ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ഔട്ട് ചെയ്യാം, കാരണം ഈ ഒരു ലിമിറ്റിനനുസരിച്ച്. സോ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്, -0.65 pi to -0.4 pi ഒരു സ്പ്ലിറ്റപ്പ്. നെക്സ്റ്റ് 0.4 pi to 0.65 pi. Okay, next split up. So 1/pi into integral -0.65. Okay, ht raised j omega we can take as 1 കാരണം അതിന്റെ വാല്യൂ കൊടുത്തിട്ടില്ല. So it's 1 into e raised to j omega and d omega plus 0.4 pi to the 1 into e raised j omega d omega. So, okay, 1/2 pi. Then integrate ചെയ്യാം. സോ ഇറേസ് ജെ ഒമേഗ ഇന്റഗ്രേറ്റ് ചെയ്ത ഇറേസ് ജെ ഒമേഗ എൻ ബൈ ജെ എൻ. ഓക്കെ, ലിമിറ്റ് കൊടുത്തു, പ്ലസ് ഇത് അതുപോലെ തന്നെ ഇറേസ് ജെ ഒമേഗ എൻ ബൈ ജെ എൻ. ഇത് രണ്ടിടത്തുനിന്ന് ജെ എന്നെ ഞാൻ പുറത്തെടുത്തു. സോ 1/2 pi ജെ എൻ ഇൻറ്റു അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്തു. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഒമേഗ വി ഹാവ് ടു അപ്ലൈ -0.4 pi. സോ ഇറേസ് ടു -j 0.4 pi n മൈനസ് ഇറേസ് ടു -j 0.65 pi n. ഓക്കെ, ഒമേഗക്ക് പകരം ഈ ഒരു വാല്യൂസ് ഇട്ട് കൊടുത്തു. ദെൻ പ്ലസ് ഇ റേസ് ടു ജെ 0.65 pi മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്, ദാറ്റ് ഇസ് ഇ റേസ് ടു ജെ
0.4 pi n. ഓക്കെ, ഇങ്ങനെ കിട്ടി. ദെൻ നെക്സ്റ്റ് നമുക്ക് ആ ഒരു സൈൻ ജെ തീറ്റ പ്ലസ് സൈൻ മൈനസ് ജെ തീറ്റ ഓർ സൈൻ ജെ തീറ്റ മൈനസ് ഇറേസ് ടു മൈനസ് ജെ സൈൻ തീറ്റ. സോ അതിൻ്റെത് 2j സൈൻ തീറ്റ ആണ് മൈനസ് വരുമ്പോൾ. സോ ഇവിടെ മൈനസാണ് വരുന്നത്. സോ ഒരേ ഇതുള്ള ഈ ഒരു രണ്ട് ടേം എടുക്കാം. സോ പോസിറ്റീവ് ടേം പ്ലസ് ഫസ്റ്റ് ആണ്. സോ ഇറേസ് ജെ 0.65 പൈ മൈനസ് ഇറേസ് ടു മൈനസ് 0.65 പൈ. സോ ഇത് 2j സൈൻ എന്ന് പറഞ്ഞിട്ട് ഈ ജെ ഒഴിച്ചിട്ടുള്ള ബാക്കിയെല്ലാം ഉണ്ടാവും. 2j സൈൻ ദാറ്റ് ഇസ് 2j സൈൻ 0.65 പൈ എൻ. ഈ ഒരു ടേമിൽ പോസിറ്റീവിൻ്റെ ഈ ഒരു പോസിറ്റീവ് റേസ് ടു പ്ലസ് ആണ് ഫസ്റ്റ് എടുക്കുക. സോ ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ പ്ലസ് ആണ്. സോ ഇതിൽ നിന്ന് ഒരു മൈനസ് പുറത്തെടുക്കാം. സോ വി ഗെറ്റ് ഈ ടേം മൈനസ് ഈ ടേം. സോ ദിസ് ഇസ് 2j സൈൻ 0.4 പൈ എൻ. സോ മൈനസ് 2j സൈൻ 0.4 പൈ. ഇവിടുന്ന് രണ്ടിൽ 2j ഉണ്ട്. സോ ഈ പുറത്ത് പോയി 2j ഉണ്ട്, ഈ രണ്ട് 2jയും ക്യാൻസൽ ചെയ്തു. സോ വി ഗെറ്റ് എച്ച് ഡി ഓഫ് എൻ ഇസ് ഈക്വൽ ടു സൈൻ 0.65 പൈ എൻ മൈനസ് സൈൻ 0.4 പൈ എൻ ബൈ പൈ എൻ. ഓക്കെ, ദെൻ എച്ച് ഡി ഓഫ് സീറോ കാണാം. അതായിരുന്നു നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ വെൻ എൻ ഈക്വൽ ടു സീറോ വി ഹാവ് എച്ച് ഡി ഓഫ് സീറോ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു സീറോ സൈൻ തീറ്റ ബൈ തീറ്റ ആണ് 1 ആണ്. സോ സൈൻ എൻ തീറ്റ ബൈ തീറ്റ ഈക്വൽ ടു എൻ ആണ് അല്ലേ. സോ സൈൻ 0.65 എൻ പൈ ബൈ പൈ എൻ. അപ്പോൾ ഇവിടുത്തെ എൻ എന്ന് പറഞ്ഞാൽ 0.65 ആണ്. സോ ഇതിന്റെ വാല്യൂ 0.65 കിട്ടും. മൈനസ് ഇവിടെ 0.4. സോ 0.65 മൈനസ് 0.4 വി ഗെറ്റ് 0.25. സോ എച്ച് ഡി ഓഫ് 0 0.25 കിട്ടി. സോ നമുക്ക് രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞു. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? ട്രങ്കേറ്റിംഗ് ആയിരുന്നു അവിടെ ഫ്രീക്വൻസി സീരീസ് ഫൊറിയർ സീരീസ് മെത്തേഡിൽ. ഇവിടെ വിൻഡോ മെത്തേഡിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞാൽ വിൻഡോനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ എച്ച് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എച്ച് ഡി ഓഫ് എൻ ഇൻറ്റു ഡബ്ല്യു എച്ച് എൻ ഓഫ് എൻ. ഓക്കെ, ഇവിടെ ഹാനിങ് വിൻഡോ ആയതുകൊണ്ട്. സോ ഹാനിങ് വിൻഡോ നമുക്കറിയാം എന്തായിരുന്നു എച്ച് എൻ ഓഫ് എന്നിന്റെ ആ ഇക്വേഷൻ എഴുതുക. ഓക്കെ, ഫോർ മൈനസ് 3 ലെസ് ദാൻ ഇസ് ഈക്വൽ ടു എൻ ലെസ് ദാൻ ഇസ് ഈക്വൽ ടു പ്ലസ് 3. എന്നിട്ട് ജനറൽ ഇക്വേഷൻ എഴുതി കഴിഞ്ഞിട്ട് ഈ ഒരു ഇക്വേഷൻ എഴുതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് എച്ച് ഓഫ് സീറോ. ഇതിന് നമുക്ക് എച്ച് ഡി ഓഫ് സീറോ, എച്ച് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ എച്ച് ഡി ഓഫ് സീറോ ഇൻറ്റു ഡബ്ല്യു എച്ച് എൻ ഓഫ് സീറോ. സോ പുട്ട് എൻ ഈക്വൽ ടു സീറോ. എച്ച് ഡി ഓഫ് സീറോ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് 0.25 ഇൻറ്റു എച്ച് എൻ ഓഫ് സീറോ. ഈ ഒരു ഇക്വേഷനിൽ എൻ ഈക്വൽ ടു 0 കൊടുക്കാം. സോ എൻ ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ കോസ് 0 എന്നാണ് വരിക. കോസ് 0 എന്നാൽ 1. അപ്പോൾ 0.5 പ്ലസ് 0.5 ഇറ്റ് വിൽ ബി 1. സോ ദിസ് ഇസ് 0.25 into 1 that is equal to 0.25. Okay, then h of n എന്ന് പറഞ്ഞാൽ എച്ച് ഡി ഓഫ് എൻ പ്ലസ് ഡബ്ല്യു എച്ച് എൻ ഓഫ് എൻ. ദാറ്റ് ഈസ് എച്ച് ഡി ഓഫ് 1ഉം കാണണം, ഡബ്ല്യു എച്ച് എൻ ഓഫ് 1ഉം കാണണം, രണ്ടും കാണണം. സോ എച്ച് ഡി ഓഫ് 1 എന്ന് പറയുമ്പോൾ എച്ച് ഡി ഓഫ് എന്നിന്റെ ഇക്വേഷൻ എടുക്കാം, പിന്നെ n ഈക്വൽ ടു 1 കൊടുക്കാം. സോ വി ഗെറ്റ് സൈൻ 0.65 പൈ മൈനസ് സൈൻ 0.4 പൈ ബൈ പൈ. സോ ആ ഒരു വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ ഓക്കെ ഇങ്ങനെ കിട്ടും. ദെൻ നെക്സ്റ്റ് ഈ ഒരു കേസിൽ 0.5 പ്ലസ് 0.5 കോസ് പൈ ബൈ 3. സോ n ഈക്വൽ ടു 1 എടുക്കുമ്പോൾ 2 പൈ ബൈ 6 വരും. ദാറ്റ് ഈസ് പൈ ബൈ 3. വാല്യൂസ് അപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് മൈനസ് 0.01425. ഓക്കെ, എച്ച് ഓഫ് 1. ദെൻ എച്ച് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എച്ച് ഡി ഓഫ് 2 ഇൻറ്റു ഡബ്ല്യു എച്ച് എൻ ഓഫ് 2. ദാറ്റ് ഈസ് ഈക്വൽ ടു n ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ സൈൻ 0.65 പൈ. ഓക്കെ, 2 പൈ മൈനസ് സൈൻ 0.4 2 പൈ ബൈ 2 പൈ. And also 0.5 plus 0.5 cos, okay, 2 pi n by 3 ആണ്. So n equal to 2 കൊടുത്താൽ ഈ 2 into 2 pi by 3 വരും. So we get minus 0.055. Then h of 3 is equal to h d of 3 into w h n of 3. That is equal to sin 0.65 3 pi minus sin 0.4 3 pi by 3 pi. And plus, okay, n equal to 3 കൊടുക്കുക, 0.5 plus cos, okay, ഇവിടെ 2 into 3 pi by 3. So 2 into 3 6. So 6 pi by 6 that is equal to pi. So cos pi ആണ് minus 1 ആണ് വരിക. So 0.5 minus 0. വരും. So this term will be 0. So 0 into term എന്ന് പറഞ്ഞാൽ 0 കിട്ടും. So we get 0. Then next using symmetric condition we have h of n is equal to h of minus n. So third step കഴിഞ്ഞു. നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ എച്ച് ഓഫ് എൻ ആക്കി, എച്ച് ഡി ഓഫ് എന്നിനെ എന്താക്കി മാറ്റി എച്ച് ഓഫ് എൻ ആയി. ദെൻ ഫോർത്ത് സ്റ്റെപ്പിൽ നമുക്ക് സെഡ് ട്രാൻസ്ഫോം കാണാനാണ്. സോ എച്ച് എൻ ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എൻ ഈക്വൽ ടു ഹിയർ മൈനസ് 3 to 3 എച്ച് ഓഫ് എൻ സെഡ് മൈനസ് 1. ഇവിടെ നമ്മൾ ഓക്കെ ഇതിൽ മൈനസ് 3ന്റെ വാല്യൂ കൊടുക്കും. വി ഹാവ് സിമെട്രിക് പ്രോപ്പർട്ടി ദാറ്റ് ഇസ് എച്ച് ഓഫ് മൈനസ് എൻ ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് എൻ. ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഇവിടെ സെഡ് ക്യൂബും അതുപോലെ തന്നെ സെഡ് മൈനസ് 3യും പുറത്തെടുക്കും ഫ്രം എച്ച് ഓഫ് 3. ദെൻ വി ഗെറ്റ് എച്ച് ഓഫ് 3 സെഡ് ക്യൂബ് പ്ലസ് സെഡ് മൈനസ് 3. അതൊക്കെ സിമിലർ വേ തന്നെയാണ്. ഓക്കെ, എച്ച് ഓഫ് 0 വരെ കിട്ടും. ദെൻ സ്റ്റെപ്പ് 5 എന്തായിരുന്നു? ഇത് നോൺ കോഴ്സിലാണ്, ഇതിനെ കോഴ്സിലാണ്. സോ ഹിയർ n ഈക്വൽ ടു 7 ആയതുകൊണ്ട് സെഡ് മൈനസ് n മൈനസ് 1 ബൈ 3 സ്പ്ലിറ്റ് ബിക്കം സെഡ് മൈനസ് 3. സെഡ് മൈനസ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ,
സോ z മൈനസ് ത്രീ കൊണ്ട് ഈ ഒരു ടേം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് എച്ച് ഓഫ് ത്രീ ഈ ഒരു ടേം അതായത് z മൈനസ് ത്രീ ഇൻറ്റു എച്ച് എൻ ഓഫ് സെഡ് ആണ്. സോ എച്ച് എൻ ഓഫ് സെഡിലെ എച്ച് ഓഫ് ത്രീ നമുക്ക് സീറോ ആണ് കിട്ടിയത്. സോ സീറോ ഇൻറ്റു സെഡ് ക്യൂബ് പ്ലസ് സെഡ് മൈനസ് ത്രീ ദെൻ എച്ച് ഓഫ് ടു കിട്ടിയ -0.055 ആണ്. സോ അതേ ഇൻറ്റു സെഡ് സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് ടു ദെൻ നെക്സ്റ്റ് എച്ച് ഓഫ് ത്രീ എച്ച് ഓഫ് വണ്ണ് കിട്ടിയത് -0.01425 ഇൻറ്റു സെഡ് പ്ലസ് സെഡ് ഇൻവേഴ്സ് പ്ലസ് എച്ച് ഓഫ് ടു എച്ച് ഓഫ് സീറോ എന്ന് കിട്ടിയത് 0.25 ആയിരുന്നു എച്ച് ഓഫ് സീറോ. റൈറ്റ്, ഓക്കെ. എച്ച് ഓഫ് സീറോ നമുക്ക് 0.25 ആണ് കിട്ടിയത്. ദെൻ നെക്സ്റ്റ് അപ്പം നമുക്ക് സെഡ് ക്യൂബ് ആയിട്ട് ഇനി മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, റൈറ്റ്. ഇതെല്ലാം സെഡ് ക്യൂബ്. അപ്പോൾ ഈ ഒരു ടേം സീറോ ആയിട്ട് പോകും. സോ സെഡ് ക്യൂബ് സെഡ് മൈനസ് ത്രീ എന്നുള്ള ടേം ഉണ്ടാവില്ല, അതായത് കോൺസ്റ്റന്റ് ടേമും മാക്സിമം ടേമും ഉണ്ടാവില്ല. സോ സെഡ് മൈനസ് ത്രീ പ്ലസ് സെഡ് ത്രീ വരുമ്പോൾ ഇവിടുത്തെ കോൺസ്റ്റന്റ് ടേം കിട്ടുക. സെഡ് മൈനസ് ത്രീ വരുമ്പോൾ സെഡ് മൈനസ് സിക്സ് ആയിട്ട് ആ രണ്ട് ടേമും ഇല്ലാതെ ബാക്കിയെല്ലാം ഉണ്ടാവും. സോ അതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. -1 -2 ആ ഒരു രീതിയിൽ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എച്ച് ഓഫ് സെഡ് കിട്ടി. ഇനി ഇതിൽ നമുക്ക് എന്താണ് ഫ്രീക്വൻസി റെസ്പോൺസ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് കാണണം. മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് കാണാനുള്ള ഇക്വേഷൻ ആണ് എച്ച് റേസ് ജെ ഒമേഗ ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 0 to n-1/2 a of n cos omega n or h raised j omega and h of 0 is equal to sigma n equal to -n-1 to plus n-1 2 into h of n cos omega n. അതും ഇതും സെയിം തന്നെയാണ്. പക്ഷെ നമ്മൾ ഇവിടെ ഈ a of n എന്നുള്ള ടേം എടുക്കുന്നത് എന്തിനാ വെച്ചാൽ a of 0നെയും f1 2 3 അത് രണ്ട് വേറെ വേറെ ചെയ്യണം. അവിടെ ഡയറക്റ്റ് ഇക്വേഷൻ. സോ എച്ച് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് സിക്സ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ എച്ച് ഓഫ് സീറോ ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് സിക്സ്, എച്ച് ഓഫ് വൺ ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് ഫൈവ്, എച്ച് ഓഫ് ടു ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് ഫോർ ആൻഡ് എച്ച് ഓഫ് ത്രീ ഇസ് ഈക്വൽ ടു 0.25 അങ്ങനെ കിട്ടി. ദെൻ നെക്സ്റ്റ് എ ഓഫ് സീറോ കാണാൻ ഇക്വേഷൻ 2 ഇൻറ്റു എച്ച് ഓഫ് n-1. എ ഓഫ് സീറോ എന്ന് പറയുമ്പോൾ ഈ സെഡ് മൈനസ് ത്രീൻ്റെ ടേമിലുണ്ടാവും. സോ 0.25. ദെൻ എ ഓഫ് വൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 2h into n-1/3. So 2h into 3 minus n ആവും. That is 2 into h of 2. അപ്പോൾ 2 h of 2നെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ വാല്യൂ കിട്ടും. Then 2 into h of 1 that is -0.11. a of 3 എന്ന് പറയുമ്പോൾ 0 ആണ്. So it will also become 0. Okay, h of 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. So h of 3യും a of 3യും 0 ആയിരിക്കും. ഇനി എച്ച് ഓഫ് ഇ ജെ ഒമേഗ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് എങ്ങനെ കാണുന്നത്? സോ a of 0 0.25 മൈനസ് a of 1 എന്ന് പറയുമ്പോൾ മൈനസ് പോയിന്റ് ഇത് കൊടുക്കുക ഇൻറ്റു കോസ് ഒമേഗ മൈനസ് 0.11 ഇൻറ്റു കോസ് 2 ഒമേഗ. കോസ് 3 ഒമേഗയുടെ ടേം ഇല്ല. സോ കോൺസ്റ്റന്റിന്റെ ടേം കോസ് 3 ഒമേഗയുടെ ടേം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത്രയാണ് നമ്മുടെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് വരുന്നത്. ഓക്കെ, സോ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസിന്റെ ഒരു ബാൻഡ് പാസ് അല്ലേ, ബാൻഡ് പാസ് ആകുമ്പോൾ ഏകദേശം അതിന്റെ പ്രാക്ടിക്കൽ രീതിയിലുള്ളത് ഒരു ഫിഗർ വരക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒമേഗന്റെ വാല്യൂ ഓരോ ഒമേഗന്റെ വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇതിലോട്ട് അപ്ലൈ ചെയ്യാം. സോ ഒമേഗ ഇസ് ഈക്വൽ ടു ഓരോ വാല്യൂ വരുമ്പോൾ ഒമേഗ ഈക്വൽ ടു 0.15 വരുമ്പോൾ 0.15 വരുമ്പോൾ എച്ച് റേസ് ജെ ഒമേഗ, അപ്പോൾ ഒമേഗയ്ക്ക് പകരം 0.15 കൊടുക്കുക. അങ്ങനെ 0.25 അങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഒരു വേവ് ഫോമിൽ കിട്ടും. സോ ദിസ് ഇസ് ദ 0.4 to 0.85. ഇതാണ് ആ ബാൻഡ് പാസ്. ഓക്കെ, ഈ ഒരു ഫ്രീക്വൻസിനാണ് പാസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ആൻ FIR filter approximate the ideal frequency response HT raised j omega is equal to e raised minus j alpha omega for mod omega less than or equal to pi/6 0 when pi/6 less than mod omega less than or equal to pi. Okay, determine the filter coefficient for n equal to 13. n equal to 13 filter coefficients കണ്ടാൽ മതി. filter coefficients എന്നാൽ HD of n ന്റെ കോഎഫിഷ്യൻസ് കണ്ടാൽ മതി. ഇന്ന വിൻഡോ ഒന്നുമില്ല, ജസ്റ്റ് ആ കോഎഫിഷ്യൻസ് കണ്ടാൽ മതി. അപ്പോൾ സ്റ്റെപ്പ് 2 നമുക്ക് നിർത്താം. നമുക്ക് എച്ച് ഡി ഓഫ് ഇറേസ് ജെ ഒമേഗയ്ക്ക് ഒരു വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മുടെ എയിം എന്താ? പ്ലോട്ട് ദ ഡിസൈർഡ് ഫ്രീക്വൻസി റെസ്പോൺസ്. ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ഇറേസ് മൈനസ് ജെ ഒമേഗ ആണ് വരുന്നത്. അവിടെ ആ ഒരു വാല്യൂ ആണെങ്കിലും അത് ഏത് റേഞ്ചിലാണ് വരുന്നത്? മോഡ് ഒമേഗ ലെസ് ദാൻ ഈക്വൽ ടു pi/6. അതായത് മോഡ് ഒമേഗ അറിയുമ്പോൾ പ്ലസ് ഓർ മൈനസ് ഒമേഗ, ദാറ്റ് ഈസ് ദിസ് ഇസ് ദ റേഞ്ച് -pi/6 to +pi/6. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നുണ്ട് pi/6 ലെസ് ദാൻ പൈ. ഓക്കെ, പൈ എന്ന് പറയുമ്പോൾ അപ്പോൾ pi/6 മുതൽ പൈയും -pi/6 മുതൽ -pi വരെ ഇവിടെ 0 ആണ്. സോ -pi to +pi അല്ലേ. അപ്പോൾ ഇവിടെ ഈ പൈന്റെ ടേം ഇവിടെയൊക്കെ 0 ആണെന്ന് പറയുന്നുണ്ട്. അതായത് pi/6 മുതൽ പൈ വരെയും -pi/6 മുതൽ പൈ വരെയുള്ള ടേം 0 ആണ്. സോ ഇറ്റ് ഇസ് എ ബാൻഡ്, ഇറ്റ്സ് എ ലോ പാസ് ഫിൽറ്ററിന് പോലെ ഉണ്ട്. അതായത് ഈ ഒരു ബാൻഡ് പാസ് എന്ന് പറയും ഈ ഒരു ഫ്രീക്വൻസി -pi/6 മുതൽ +pi/6 വരെയുള്ളൂ. പക്ഷെ അതിന്റെ വാല്യൂ റേസ് മൈനസ് ജെ ആൽഫ ഒമേഗ. നമുക്ക് ആൽഫന്റെ വാല്യൂ കാണണം. ഇതാണ് ഫസ്റ്റ് നമ്മുടെ പ്ലോട്ട് ചെയ്തു. സെക്കൻഡ് എന്തായിരുന്നു?
ഫിൽട്ടർ കോഎഫിഷ്യൻസ് കാണാണ് അല്ലേ സെക്കൻഡ് HDFN അതോടുകൂടി നമുക്ക് കഴിഞ്ഞു ഫിൽട്ടർ കോഎഫിഷ്യൻസ് കണ്ടാൽ മതി ഫിൽട്ടർ കോഎഫിഷ്യൻസ് കാണുമ്പോൾ ഇവിടെ നമുക്ക് തന്ന ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇറേസ് മൈനസ് ജെ ആൽഫ ഒമേഗ ഓക്കെ സിമെട്രിക് ആൻഡ് നോൺ സിമെട്രിക് കണ്ടീഷനിൽ നമ്മൾ ആൽഫ എന്നുള്ള വാല്യൂവിനെ എങ്ങനെ ഡിഫൈൻ ചെയ്ത് ആൽഫ is equal to n-1/2 എന്നാണ് ഡിഫൈൻ ചെയ്ത് സോ ഹിയർ n equal to 13 so we have alpha is equal to n-1/2 that is 13 minus 1/2 that is equal to 6 so hd e raised j omega is equal to e raised minus alpha omega എന്നാണ് so we can replace alpha by 6 so we get hd e raised j omega is equal to e raised minus j 6 alpha 6 omega okay so hd e raised j omega നമുക്ക് e raised minus j 6 omega ആണ് കിട്ടി ഓക്കെ ഈ ഒരു റേഞ്ചിൽ ഇതാണ് കിട്ടുന്നത് ഇനി നമുക്ക് hd of n കാണാം so hd of n നമ്മൾ generalized equation ആയത് that is 1/2 pi integral minus pi to pi hd e raised j omega e raised j omega and d omega എന്നിട്ട് നമ്മൾ 1/2 pi ഇതിലോട്ട് കൊടുത്തു minus 5/6 to pi by 6 hd e raised j omega എന്ന് പറഞ്ഞാൽ എന്താ that is e raised minus 6 omega into e raised j omega and d omega okay ഇതിൽ നിന്ന് ഞാൻ e raised to j omega നെ പുറത്തെടുത്തു ഈ ഒരു സംഭവത്തിൽ നിന്ന് e raised j omega കോമൺ ആണ് so I take e raised to j omega outside so j omega outside from exponential term that is e raised j omega into j omega നെ പുറത്ത് എടുത്താൽ n minus 6 വരും into d omega ഇനി ഇതിനെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ് so 1/2 pi e raised j omega ഇതെന്ന് പറഞ്ഞാൽ e raised j omega n-1 by ഒമേഗ ഉണ്ടാവില്ല j into n-6 ഒമേഗ ടേമിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ j into അവിടെ j എന്നുള്ളതിന് പകരം j into n-6 വരും അതാണ് ഇവിടുത്തെ കോൺസ്റ്റന്റ് j into n-6 ഓക്കെ എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു സോ 1/2 pi ഈ ഒരു ടേമിനെ നമുക്ക് പുറത്ത് കൊണ്ടുപോവാം സോ 2 pi j n-6 into അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ e raised to j ഒമേഗക്ക് പകരം pi by 6 n-6 മൈനസ് ലോവർ ലിമിറ്റ് e raised to minus j pi by 6 n-6 ഓക്കെ ലിമിറ്റ് കൊടുത്തു ഇനി നമുക്ക് ഇതിന് എന്ത് ചെയ്യാം ദിസ് ഇൻ ദ ഫോം 2j sin theta so 2j sin pi by 6 n-6 2j sin pi by 6 n-6 ഈ 2ഉം j രണ്ടോടത്തും ക്യാൻസൽ ചെയ്തു so we get hd of n is equal to sin pi by 6 n-6 by pi into n-6 pi ന് പകരം pi into n-6 എന്നുള്ള ടേം വന്നു ഓക്കെ ഇനി നമുക്ക് n equal to 0 1 2 3 കൊടുത്താൽ നമുക്ക് കോഎഫിഷ്യന്റ് കിട്ടി ഓക്കെ when hd of 0 when n equal to 0 we get n equal to 0 ഇവിടെ n equal to 0 കൊടുക്കും so 0 എടുക്കുമ്പോൾ pi by 6 into minus 6 so pi by 6 ആകുമ്പോൾ minus pi വരും so minus 1 by ഇവിടെ അതുപോലെ തന്നെ n equal to 0 എടുക്കുമ്പോൾ minus 1 by pi by 6 so minus 1 by 6 pi into sin minus pi so sin pi sine pi multiple 0 multiple ഒക്കെ എന്താണ് 0 ആണ് so we have 0 hd of 0 then hd of 1 എന്ന് പറയുമ്പോൾ n equal to 1 so we get ഇവിടെ minus 5 കിട്ടും so sin pi by 6 into minus 5 by minus 5 pi okay so we get 0.0318 then hd of 2 എന്ന് പറയുമ്പോൾ sin pi by 6 into minus 4 by minus 4 pi that is 0.0689 then hd of okay so that's all about coefficients so filter coefficients കിട്ടി okay so അങ്ങനെ HDF2 HDF3 അങ്ങനെ അത് ജസ്റ്റ് കണ്ടാൽ മതി that's all about coefficients then moving to another question design a linear phase band reject to FIR filter to reject frequencies in the range 0.45 to 0.65 pi radian per second ഈ ഒരു ബാൻഡ് ഉള്ള ഫ്രീക്വൻസി നമുക്ക് റിജക്ട് ചെയ്യണം സോ ഈ ഒരു ബാൻഡ് ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യണം പാസ് ചെയ്യണം ദാറ്റ് ഇസ് കാൾഡ് ബാൻഡ് റിജക്ട് ഫിൽട്ടർ യൂസിംഗ് റെക്ടാംഗുലർ വിൻഡോ ബൈ ടേക്കിംഗ് n equal to 7 സോ ഫസ്റ്റ് സ്റ്റെപ്പ് പ്ലോട്ട് ദ ഡിസൈർഡ് ഫ്രീക്വൻസി സോ 0.45 to 0.65 പൈയിൽ മാത്രം ബാൻഡ് ഉണ്ടാവില്ല അതുപോലെ -0.5 to 0.65 ബാക്കി എല്ലായിടത്തും പ്ലസ് പൈ ആൻഡ് മൈനസ് പൈ വരെ ഉണ്ടാവും ദാറ്റ് ഈസ് ഇങ്ങനെ അതായത് 0.45 to 0.45 ഇത്രയും ഉണ്ടാവും ഓക്കെ ബാൻഡ് പാസ് ചെയ്യും ബാൻഡ് റിജക്റ്റ് അല്ലേ ഈ ഒരു സംഭവം റിജക്ട് ചെയ്യും ദാറ്റ് ഈസ് -0.6 to -0.45 അതേപോലെ -0.65 to +0.45 ഈ ഒരു ടേം ബാൻഡ് റിജക്ട് ചെയ്യും അപ്പോൾ 0.65 to പൈ വരെ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇത്രയാണ് ബാൻഡ് റിജക്ട് ചെയ്യുന്നത് അപ്പോൾ പ്ലസ് പൈ ടു മൈനസ് പൈയിൽ ഇത്രയും പാസ് ചെയ്യും ഓക്കെ ദിസ് ഇസ് ഫ്രീക്വൻസി റെസ്പോൺസ് ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് HDFN കാണണം സോ HDFN ഇസ് ഈക്വൽ ടു നമ്മുടെ ജനറൽ ഇക്വേഷൻ കൊടുത്തിട്ട് ദിസ് ഇസ് റെക്ടാംഗുലർ വിൻഡോ സോ HD ഇറേസ് j ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക 1 കിട്ടും ഓക്കെ
സോ 1/2 പൈ കൊടുക്കുക. എന്നിട്ട് ഇതിനെല്ലാത്തിനും ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഓരോ റേഞ്ചിലും. ദാറ്റ് ഇസ് -π to -0.65 പൈ, ദെൻ -0.4 പൈ to +0.4 പൈ, ദെൻ +0.65 പൈ to പൈ. അപ്പം അങ്ങനെ 3 ഇൻ്റഗ്രൽ ഉണ്ടാവും. അങ്ങനെ ലിമിറ്റ് 3 കൊടുക്കുക. സോ എച്ച് ഡി ഇറേസ് ചെയ്യുമ്പോൾ 1 ആണ്. ഇതിനെല്ലാത്തിനും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഇറേസ് ജെ ഒമേഗ എൻ ബൈ ജെ ഒമേഗ, ഇറേസ് ജെ ഒമേഗ എൻ. ഓക്കെ, എല്ലാം അതുപോലെ തന്നെ കിട്ടുക. ജെ എന്നിനെ പുറത്തെടുക്കാം. എന്നിട്ട് നമ്മൾ ലിമിറ്റ് കൊടുക്കണം. ഓക്കെ, ലിമിറ്റ് കൊടുത്തു. അപ്പർ ലിമിറ്റ് ബൈ ലോവർ ലിമിറ്റ് ഒമേഗയൊക്കെ കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ 2 ടേം കൺസിഡർ ചെയ്യാം. പൈൻ്റെ ടേം. ഓക്കെ, ഇറേസ് ടു ജെ പൈ എന്നും മൈനസ് ജെ പൈ എന്നും മൈനസ് ഇറേസ് ജെ പൈ എൻ മൈനസ് ഇറേസ് ടു മൈനസ് ജെ പൈ എൻ. സോ വി ഗെറ്റ് 2j സൈൻ പൈ എൻ. അത് കിട്ടി. സോ 2j നമ്മൾ പുറത്തെടുക്കുമ്പോൾ സൈൻ പൈ എൻ കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ടേം നമ്മൾ എടുക്കുന്നത് 0.4 പൈ എടുക്കാം. സോ ഇറേസ് ടു ജെ 0.4 പൈയും മൈനസ് ഇറേസ് ടു മൈനസ് ജെ 4 പൈയും. ഇതെന്ന് പറയുമ്പോൾ 2j സൈൻ 0.4 പൈ എൻ. ഓക്കെ, 2j സൈൻ 2j പുറത്ത്. സോ സൈൻ 0.4 പൈ എൻ. ഇനി ഈ ഒരു ടേമും ലാസ്റ്റ് 2 ടേം എടുക്കാം. ഈ ടേമിൽ മൈനസ് പോസിറ്റീവ് ഇറേസ് ജെൻ്റെ അവിടെ മൈനസ് ആണ്. സോ മൈനസ് നമുക്ക് പുറത്തെടുക്കാം. സോ വി ഗെറ്റ് മൈനസ് സൈൻ 0.6 പൈ എന്ന് കിട്ടും. ഓക്കെ, 0.65 പൈ എൻ. ഓക്കെ, ഇതിന് 2j പുറത്തെടുത്തല്ലോ. ഓക്കെ, ക്യാൻസൽ ചെയ്ത് പോയി. സോ എച്ച് ഡി ഓഫ് എൻ വി ഗെറ്റ് സൈൻ പൈ എൻ പ്ലസ് സൈൻ 0.4 പൈ എൻ മൈനസ് സൈൻ 0.65 പൈ എൻ ബൈ പൈ എൻ. ഓക്കെ, ഇനി വാല്യൂസ് കൊടുക്കുക. സോ എച്ച് ഡി ഓഫ് 0 is equal to ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ എൻ പൈ ബൈ സൈൻ പൈ 1 കിട്ടും. ഇത് 0.4 കിട്ടും. സോ 1 + 0.4 മൈനസ് 0.65 വി ഗെറ്റ് 0.75. ദെൻ സ്റ്റെപ്പ് 3 എന്തായിരുന്നു? എച്ച് ഓഫ് എൻ ആക്കി മാറ്റുക. ദാറ്റ് ഇസ് റെക്ടാങ്കുലർ വിൻഡോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഡബ്ല്യു ആർ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ 1 ആണ്. റെക്ടാങ്കുലർ വിൻഡോ ആയതുകൊണ്ട് ആർ ഓഫ് 0യും ആർ ഓഫ് 1ഉം ആർ ഓഫ് 2ഉം ആർ ഓഫ് 3. സോ ഡബ്ല്യു ആർ ഓഫ് എൻ തന്നെ 1 ആണ്. സോ എച്ച് ഡി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എച്ച് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എച്ച് ഡി ഓഫ് എൻ എന്നുള്ള രീതിയിലാണ് വരിക. സോ എച്ച് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0.75 തന്നെ. എച്ച് ഓഫ് 1 എന്ന് പറയുമ്പോൾ എൻ ഈക്വൽ ടു 1 കൊടുക്കുക. സൈൻ പൈ എന്ന് പറയുമ്പോൾ 0 ആയിട്ട് പോകും. ദെൻ ഈ ഒരു ടേം മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 0.019 കിട്ടും. എച്ച് ഓഫ് 2 എന്ന് പറയുമ്പോൾ എച്ച് ഡി ഓഫ് 2 എൻ ഈക്വൽ ടു 2 കൊടുക്കുക. സോ സൈൻ 2 പൈ ഈ ഒരു ടേം 0 ആയി പോകും. ബാക്കി സബ്സ്ട്രാക്ട് ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓക്കെ 0.22 കിട്ടി. ദെൻ എച്ച് ഓഫ് 3 put n equal to 3. So we get this term and the answer is minus 0.045. Okay, then step 4 എന്ന് പറയുമ്പോൾ സിമെട്രിക് കണ്ടീഷൻ ആയത് എച്ച് ഓഫ് എൻ ഇസിക്കൽ എച്ച് ഓഫ് മൈനസ് നമുക്ക് സെഡ് ട്രാൻസ്ഫോം എടുക്കാം അല്ലേ. സോ എച്ച് എൻ ഓഫ് സെഡ് ആണ് എടുക്കുന്നത്. സോ ഹിയർ n ഈക്വൽ ടു -3 to 3 എച്ച് ഓഫ് എൻ സെഡ് റേസ് ടു മൈനസ് എൻ. ഇതിൽ നിന്ന് നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ എച്ച് ഓഫ് 3 എച്ച് ഓഫ് 2 എച്ച് ഓഫ് 1 പുറത്തെടുത്ത് സെഡ് പ്ലസ് സെഡ് ഇൻവേഴ്സ് എന്നുള്ള ഫോമിൽ ചെയ്തു. പ്ലസ് എച്ച് ഓഫ് 0. ഇപ്പോൾ എച്ച് എൻ ഓഫ് സെഡ് ഇട്ട് ഇനി നമുക്ക് കോസലാക്കാൻ എച്ച് ഓഫ് സെഡ് കാണാം. ദിസ് ഇസ് നോൺ കോസൽ, ദാറ്റ് ഇസ് സോ എച്ച് എൻ ഓഫ് സെഡ്. സോ എച്ച് ഓഫ് സെഡ് ആക്കണമെങ്കിൽ സെഡ് റേസ് ടു -3 മൾട്ടിപ്ലൈ ചെയ്യണം. സോ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ഒരു വാല്യൂ കൂടി ഇട്ടെടുക്കുന്നു. സോ എച്ച് ഓഫ് 3 നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എച്ച് ഓഫ് 3 -0.045 അത് ഇവിടെ അപ്ലൈ ചെയ്തു. എച്ച് ഓഫ് 3 -0.045, എച്ച് ഓഫ് 2 0.22 ആൻഡ് എച്ച് ഓഫ് 1 0.019 ആൻഡ് എച്ച് ഓഫ് 0 is 0.75. ഓക്കെ, ഇത് കൊടുത്തിട്ട് മൈനസ് സെഡ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി എച്ച് ഓഫ് സെഡ് ഈ ഒരു ടേമിൽ കിട്ടും. ഓക്കെ, അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ദെൻ നെക്സ്റ്റ് നമ്മൾ സ്റ്റെപ്പ് 6 ആണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് കാണാം. സോ ദാറ്റ് ഈസ് സിഗ്മ n ഈക്വൽ ടു 0 to n-1/2 എന്ന് പറയുമ്പോൾ 3 എ ഓഫ് എൻ കോസ് ഒമേഗ എൻ. എ ഓഫ് എൻ ആണ് എച്ച് ഓഫ് n - 1/2. ദാറ്റ് ഈസ് എ ഓഫ് എൻ എന്ന് പറയുമ്പോൾ ഇവിടെ 0.75 ആവും. അതായത് സെഡ് -3ൻ്റെ കോഎഫിഷ്യൻറ്റ് ദാറ്റ് ഇസ് 0.75. അതുപോലെ തന്നെ എ ഓഫ് 1 എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഓക്കെ എ ഓഫ് 1 2 ഇൻറ്റു സോ എ ഓഫ് 0 ഇസ് എ ഓഫ് 6 എച്ച് ഓഫ് 0 അങ്ങനെ കൊടുക്കുക. എന്നിട്ട് എ ഓഫ് 1 കാണാൻ 2 ഇൻറ്റു എച്ച് ഓഫ് എൻ 3 മൈനസ് എൻ. 2 ഇൻറ്റു എച്ച് ഓഫ് 2 കൊടുത്താൽ നമുക്ക് എ ഓഫ് 1 കിട്ടും. ദാറ്റ് ഇസ് 0.038. എ ഓഫ് 2 കിട്ടാൻ ഓക്കെ 2 ഇൻറ്റു 0.22 ദാറ്റ് ഇസ് 0.44. എ ഓഫ് 3 കിട്ടും. അങ്ങനെ എച്ച് ഓഫ് ഇറേസ് ജെ ഒമേഗൻ്റെ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആൻസർ എ ഓഫ് 0 0.75 പ്ലസ് 0.038 കോസ് ഒമേഗ പ്ലസ് 0.44 കോസ് 2 ഒമേഗ മൈനസ് 0.09 കോസ് 3 ഒമേഗ അങ്ങനെ കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഹാനിങ് വിൻഡോ ആൻഡ് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ഹാനിങ് വിൻഡോ. So that's all about today's class. Okay, thank you. Have a nice day.